അസ്സലാമലൈക്കും. ഇന്ന് നമ്മളെ നാട്ടിലെ നമ്മളെ പിഞ്ചോമന മക്കളുടെ മീലാദ് റാലിയാണ് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മളെ ചെറിയ നിസ്കാര പള്ളിയുണ്ട്, മഹല്ല് പള്ളി അല്ലാതെ ചെറിയ നിസ്കാര പള്ളിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റഹ്മത്ത് നഗർ എന്ന് പറയുന്ന നമ്മൾ ചെറിയൊരു പ്രദേശമാണ്. അപ്പോൾ നമ്മളെ ഈ പള്ളീൻ്റെ കീഴിൽ നടത്തുന്ന നേർച്ച ഇവിടെയാണ് നമ്മൾ സമാപനം. അപ്പോൾ മദർസ കുഞ്ഞുങ്ങൾക്കും റാലി പങ്കെടുത്ത എല്ലാവർക്കും ഭക്ഷണ വിതരണക്കായിട്ടാണ് ലാസ്റ്റ് റാലി സമാപനം ഉണ്ടാവുന്നത്. വർഷം തോറും നടത്തി വരുന്നൊരു പരിപാടിയാണിത്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കുഞ്ഞു മുഹമ്മദ് ആലിമി, അതേപോലെ മദ്രസയുടെ കരുത്തറ്റ ഭാരവാഹികൾ എല്ലാവരും ഈ മഹനീയ കർമ്മത്തിൽ സാക്ഷിയാവുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. 7 മണിക്കാണ് നമ്മളെ മീലാദ് റാലി സ്റ്റാർട്ട് ചെയ്തിട്ടോ. സദർ ഉസ്താദും മറ്റ് പ്രമുഖ വ്യക്തികൾക്ക് ചേർന്നിട്ടാണ് നമ്മളെ പതാക ഉയർത്തിയത്. അങ്ങനെ ഇവിടുന്ന് 7 മണിക്കൂർ മദ്രസയിൽ നിന്ന് പുറപ്പെട്ടു. പിഞ്ചു മക്കളെ ഫ്ലവർ ഷോ ആയിട്ട് അവരെ മുന്നിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിൽ ദഫുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാട്ടിലെല്ലാവരും ചേർന്നു. പ്രായഭേദം ഇല്ലാതെ എല്ലാവരും അണിനിരന്നിട്ടുണ്ട് കേട്ടോ റാലിയിൽ. അതുകൂടാതെ നമ്മുടെ മദ്രസിന്റെ മറ്റു മഹല്ലത്തെ കുട്ടികളൊക്കെ ഒരുപാട് ആൾക്കാർ അങ്ങനെ റാലിയിൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 850-900 ആൾക്കാർ നമ്മൾ റാലിയിൽ അണിനിരന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ കുട്ടികൾക്ക് മിഠായി ആയിട്ടും വെള്ളമായിട്ടും ഭക്ഷണമായിട്ടും മറ്റു പലഹാരങ്ങൾ, ബേക്കറി, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും കൊട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചില്ല, കാരണം ദൈർഘ്യം കൂടുതലായതുകൊണ്ട് കൂടുതൽ കാണിച്ചിട്ടില്ല. പിന്നെ നമ്മളെ സ്ഥിരം ഉള്ള നമ്മുടെ ടീമുകളുണ്ട് കേട്ടോ. നമ്മളെ ദോസ്താളെ കൂടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരാളിൽ കുറവില്ല കേട്ടോ. പിന്നെ അത് കൂടാതെ കമ്മിറ്റിക്കാർ ഇവിടെ വളണ്ടിയേഴ്സിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ ജോലിയൊക്കെ മക്കളെ നോക്കിയിട്ടും റോഡ് നിയന്ത്രിച്ചിട്ടും വാഹനങ്ങളെ നിയന്ത്രിച്ചൊക്കെ അവരവരെ ജോലി പൂർണ്ണമായിട്ട് പിന്തുണക്കുന്നുണ്ട്. لا فضل لعربي على عجمي ولا لعجمي على عربي ولا لأبيض على أسود ولا لأسود على التقوى. الناس من آدم وآدم من تراب. വർണ്ണവർഗ വ്യത്യാസങ്ങളുടെ വൈജാതികളുടെ പേരിൽ സൽമാനെയും ഫാരിസിനെയും ഒരേ താക്കത്തിൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഓരോ സ്ഥലം കേട്ടോ. നമ്മളെ ആളുകൾ കൂടിക്കുന്ന ഭാഗത്ത് സ്ത്രീകൾക്കൊക്കെ കൂടുതൽ ദഫ് കാണാനും അതുപോലെ തന്നെ പിഞ്ചോമന മക്കളുടെ ഫ്ലവർ ഷോ കാണാനും വേണ്ടിയൊക്കെ അവര് വയല് കാത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി റോട്ടിലും അതുപോലെ വീട്ടിലൊക്കെ അവർ ദഫ് കളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ പറഞ്ഞ് നമ്മളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് ദഫിന്റെ ആ കളിയിൽ ഒന്ന് കണ്ടു നോക്കാം. പിന്നീട് രസം എന്താ വെച്ചാല് ഏകദേശം ഞങ്ങള് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാലേ ഇവിടുന്ന് റോഡില്ല കേട്ടോ.
ഇങ്ങനെ വളഞ്ഞ് ചുറ്റിട്ട് വേണം നമുക്ക് ഈ റഹ്മത്ത് നഗർ നമ്മളെ നാട്ടിലത്തെ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ. അപ്പൊ തൊട്ട് കുറുക്ക് വഴി ഉണ്ട്, ഷോർട്ട് കട്ട്. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സാധാരണ റാലി ഇവിടുന്ന് ചിന്ന ഭിന്നാണ്. ഇവിടുന്ന് നേരെ ആ പറമ്പുകൾ കഴിഞ്ഞ ഒ പി നഗർ എന്ന് പറഞ്ഞ ഓടോംപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ, നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ. പരിമളമാകെ ഭൂമിയുടെ ചേർന്നതിൽ ഓണമണമാണ് എന്റെ നബി. നിറമെന്താണ്, അവരുടെ രൂപമെന്താണ്? പനിനീർ പൂവിൻ ദളങ്ങൾ പോലെ പരിമളമാമൊരു മുഖമാണ്. പനിനീർ പൂവിൻ ദളങ്ങൾ പോലെ പരിമളമാമൊരു മുഖമാണ്. ഇളം ചുകപ്പാൽ മാതരമേനിൽ വെളുപ്പ് ചേർന്നൊരു നിറമാണ്. ഇളം ചുകപ്പാൽ മാതരമേനിൽ വെളുപ്പ് ചേർന്നൊരു നിറമാണ്. കണ്ടില്ല നബിയെ കണ്ടില്ല, എന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ നബിയെ കണ്ടില്ല. നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ, നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ. അങ്ങനെ നമ്മളെ ഓടാമ്പറമ്പത്തെ സ്വീകരണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളെ റഹ്മത്ത് നഗർ എന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ പോയിന്റിൽ എത്തി സമാപനം കുറിക്കാണ്. ഇപ്പം ഏകദേശം ഇവിടെ 10 മണിക്ക് സമയമായി തുടങ്ങിട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, ചങ്ങന്മാരെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ജാതിൽ വന്ന് മറ്റേ അവസരമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബിരിയാണി പാക്കറ്റ് ആക്കണതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പം നമ്മൾ സലാം, അതുപോലെ റഫീഖ്, അങ്ങനെ നമ്മളെല്ലാ യുവാക്കളും എല്ലാ ചെക്കന്മാരും ചെറിയ കുട്ടികൾ മുതൽ വലിയവരെല്ലാവരും സജീവനായിട്ട് പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ മുനീർഭായി കേട്ടോ, പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് പരിപാടി കൂടാനായിട്ട് വന്ന ആളാണ്. പിന്നെ നമ്മൾ റഫീഖ്, ഇർഷാദ്, അങ്ങനെ എല്ലാവരും നമ്മളെ യുവാക്കളെ കൂട്ടായ്മ മൊത്തം ഉണ്ട്. ഇത് തുടങ്ങി വെച്ചത് തന്നെ ഞങ്ങൾ യുവാക്കളാണ് അത് തുടങ്ങി വെച്ചത് കേട്ടോ. അതായത് ഇപ്പോൾ അന്ന് യുവാക്കളാണ്, ഇപ്പോൾ നമുക്ക് വയസ്സായിട്ടുണ്ട്. നമ്മളെ പ്രായക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒക്കെ 10-40 വയസ്സുള്ള ആൾക്കാരായിട്ടുണ്ട് കേട്ടോ. അതല്ല ഇപ്പോൾ വിഷയം. അപ്പം അന്ന് ഞങ്ങൾ തുടങ്ങി വെച്ചാൽ ഏകദേശം 8-7 വർഷത്തോളമായിരിക്കണം എൻ്റെ ഓർമ്മ. പിന്നെ ഞങ്ങളിവിടെ അടുത്ത് പള്ളി കമ്മിറ്റിക്കാരെന്നെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ കൊല്ലം തുടർന്ന് കൊണ്ടുപോവുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നമുക്ക് ഇതുപോലെ തന്നെ ഒരുമിക്കാനൊക്കെ പഠിച്ചറപ്പം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ പാക്കറ്റ് ആക്കുന്നുണ്ട്, ഒരാൾ ചോറ് അരച്ചു കൊടുക്കുന്നുണ്ട്, മറ്റൊരു അച്ചാർ പാക്കറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സജീവമായിട്ട് നമ്മൾ പാക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. കാരണം ഏതാനും നിമിഷങ്ങൾക്ക് നമുക്ക് ഇവിടെ സ്ഥലത്ത് എത്താറായി. അങ്ങനെ എല്ലാതും പാക്കറ്റൊക്കെ ആക്കി ഏകദേശം 900 പാക്കറ്റുകളൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ജാഥ റാലി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ റഹ്മത്ത് നഗർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെയാണ് ഗംഭീര പരിപാടി, അതാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. ഇതാണ് നമ്മളെ പള്ളി. അങ്ങനെ നമ്മളിവിടെ വരവേൽക്കാം കേട്ടോ. ഇപ്പം നമ്മളെ മീലാദ് റാലി ഇതായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. واجب الشكر علينا ما دعا لله داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. طلع البدر علينا من ثنيات الوداع وجب شفعا لله الباب أيها المبعوث فينا. മക്കളൊക്കെ ഒരുപാട് നടന്ന് ക്ഷീണിതനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം എന്താ വെച്ചാൽ ഇവിടെ സമാപനമാണ്. ഇപ്പം റാലി കഴിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ബിരിയാണി പൊതി വാങ്ങി പോകാലോ എന്നുള്ള ആശ്വാസത്തിലാണ്. അപ്പോൾ മദർസിലെ പെൺകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്, നിരന്ന് നിൽക്കുകയാണ്. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പള്ളിൻ്റെ കീഴിൽ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 100 വീടിൻ്റെ ചോടൊക്കെയാണ് ഏകദേശം ഇപ്പോൾ ഈ പള്ളിൻ്റെ ചോടുള്ളത്. മഹല്ല് കമ്മിറ്റി അല്ല ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിൻ്റെ ചെറിയ പള്ളിയാണ്, നമ്മളെ അടുത്തുള്ള ചെറിയ പള്ളികൾ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നർസിംഗ് പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ജാഥയ്ക്ക് എത്ര ആൾക്കാരുണ്ടെങ്കിൽ 900 അല്ല 1000 ആൾക്കാരല്ല, എത്ര ആളുണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും പൊതി കൊടുത്തിട്ട് പിന്നെ അവിടെ അടുത്തുള്ള വീട്ടുകൊക്കെ ആളെണ്ണം നോക്കിയിട്ട് ഓരോ പൊതി കൊടുത്തിട്ടാണ് നമ്മൾ നേർച്ച കഴിക്കാറ്. അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടെ ഒരു 10:30 ആയപ്പോഴേക്കും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ധാരാളം ആളുകൾ റാലിയിൽ അണിനിരന്നു. നിരവധി സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി റാലി ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഭക്ഷണങ്ങൾ നൽകി, മധുരങ്ങൾ നൽകി, പാനീയങ്ങൾ നൽകി ധാരാളം ആളുകൾ
ഈ പുണ്യ ദിനത്തിൽ സന്തോഷിക്കുകയും നമ്മെ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനെ കബൂലാക്കണേ അള്ളാഹ്, അർഹിക്കുന്ന പ്രതിഫലം നൽകണേ തമ്പുരാനെ, ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ, രോഗികൾക്ക് രോഗങ്ങളെ ശിഫയാക്കണേ തമ്പുരാനെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് ലഭിക്കുന്ന വീട്ടുകാരും വീടുകളും. അൽഹംദുലില്ലാ, അങ്ങനെ ഉസ്താദ് ദുആ ഒക്കെ കഴിഞ്ഞ് സമാപനം കുറിച്ചു. അവിടെ ഫസ്റ്റ് ഒരു പൊതിയൊക്കെ കൊടുത്ത് ഉദ്ഘാടനമൊക്കെ കഴിച്ചു. അൽഹംദുലില്ലാ എല്ലാം റാത്തായി. അങ്ങനെ ഇവിടെ മക്കളൊക്കെ ഏതായാലും റെഡിയായി നിൽക്കാട്ടോ. നമ്മുടെ മദ്രസ കുട്ടികൾ നേരെ വരിയായി എത്തിയിട്ട് വേണം കൊടുക്കാൻ. അതിന് നമ്മൾ നേരെ റോഡിൽ എന്താ ടേബിൾ നിരത്തി വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിൽ കൂടിയും കുട്ടികളെ കിടത്തി വിടാനും വേണ്ടി നമ്മളെ ചെക്കന്മാരൊക്കെ റെഡിയായി നിൽക്കാട്ടോ. എന്തായാലും അൽഹംദുലില്ലാ റാലിയുടെ സമാപനമായി. അപ്പം നമ്മൾ എല്ലാ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കണം കേട്ടോ. അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ നമ്മളെ റാലി എല്ലാം സമാപനം കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു കൊല്ലം നമുക്ക് ഇതുപോലെ വീണ്ടും ഒത്തൊരുമിക്കാൻ നാഥൻ തൗഫീഖും ദീർഘായുസ്സും ആരോഗ്യമെല്ലാം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത കൊല്ലം ഇതുപോലെ നല്ല വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ നമുക്ക് ഭാഗ്യം തരട്ടെ. നാളെ നിങ്ങളാണോ ഞാനാണോ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല. പഠിച്ച റബ്ബ് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം എല്ലാം നൽകുമാറാകട്ടെ. അടുത്ത ഒരു നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.